ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിന്ദു, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് ആണ്. നിങ്ങളിൽ പലരും കമന്റ്സിൽ ചോദിച്ച ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇൻഹേലറിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറഞ്ഞു തരാമോ എന്നാണ് നിങ്ങളിൽ പലരും ചോദിച്ചത്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയാം. ചിലപ്പോൾ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ വീഡിയോ നീണ്ടു പോവുകയാണെങ്കിൽ നമുക്കത് 2 സെക്ഷനായിട്ട് ചെയ്യാം കേട്ടോ. കാരണം ബോറടിക്കാൻ പാടില്ലല്ലോ. പിന്നെ എത്ര വിശദമായി പറഞ്ഞാലും തീരാത്തൊരു സംഭവമാണിത്. സംശയം നമുക്കൊട്ട് മാറാത്തതുമാണ്. അതുകൊണ്ട് എല്ലാ കാലത്തും എല്ലാ പാരൻസിനും ഉപയോഗമുള്ളത് തന്നെയായിരിക്കും ഈ വീഡിയോ. അപ്പോൾ നമുക്ക് പറഞ്ഞു തുടങ്ങുമ്പോൾ ഏതൊക്കെ കുട്ടികൾക്കാണ് അല്ലെങ്കിൽ എന്ത് കണ്ടീഷനിലാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, സൈഡ് എഫക്റ്റ് എന്താണ്, ഇനി നമുക്ക് ഇതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഫസ്റ്റ്, ഏത് ടൈപ്പ് ഓഫ് കുട്ടികൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ആസ്മ എന്നുള്ള കാര്യം കേട്ടിട്ടുണ്ടെങ്കിലും നമുക്കതൊരു പേടിയാണ്. എൻ്റെ കുട്ടിക്ക് ആസ്മ ഉണ്ട് എന്ന് പറയാൻ എല്ലാ പാരൻസിനും ഒരു ബുദ്ധിമുട്ട് തന്നെയുണ്ട്. ബിക്കോസ് വളർന്നു വരുമ്പോൾ അത് കുട്ടിയുടെ ഭാവിയെ ബാധിക്കുമോ, കുട്ടിയെ ബാക്കിയുള്ളവർ കാണുന്ന ഒരു കാഴ്ചപ്പാടിന് വ്യത്യാസം വരും, കല്യാണം വരാതെയാവും, അങ്ങനെയൊക്കെയുള്ള കുറേ മിസ്കൺസെപ്ഷൻസ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. പക്ഷെ അത് ഒത്തിരി മാറിയിട്ടോ. അപ്പോൾ ഒരു 8-10 വർഷം മുന്നേ ഉള്ള പാരൻസിൻ്റെ അപ്രോച്ചും ഇപ്പോഴുള്ള പാരൻസിൻ്റെ അപ്രോച്ചും നല്ലതാണ്. ഇപ്പോൾ വളരെ നല്ലതാണ്. മേ ബി ആൾക്കാരുടെ ലിറ്ററസി, ജനറൽ നോളജ് ഒക്കെ കൂടിയതുകൊണ്ട് തന്നെ പാരൻസിന് ഇതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ് എൻ്റെ അടുത്ത് വരുന്ന പാരൻസിന് തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ ഈ ആസ്മ എന്നുള്ള സംഭവം എന്ന് വെച്ചാൽ ശ്വാസം മുട്ടൽ മാത്രമല്ല. നമ്മൾ ഈ സിനിമയിൽ അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിനൊക്കെ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വലിച്ചെടുക്കുന്ന രീതിയിലുള്ള മുട്ടൽ. അത് മാത്രമല്ല, ആസ്മ കുട്ടികളിൽ വലിവല്ലാണ്ട് തന്നെ നിങ്ങൾ ഈ പറയില്ലേ ഇടയ്ക്കിടയ്ക്ക് കഫക്കെട്ട് വരുന്നു എന്നുള്ളത് തന്നെ ചിലപ്പോൾ ആസ്മയുടെ ലക്ഷണമാവാം. രണ്ടാമത്തത്, ഈ ആവി പിടിക്കുമ്പോഴൊക്കെ എപ്പോഴും അവന് ആവി പിടിക്കേണ്ടി വരുന്നുണ്ട് മാറാൻ. അത് ചിലപ്പോൾ ആസ്മ എന്നുള്ള അതിൻ്റെ ഒരു കമ്പോണൻ്റ് ഉള്ളത് കൊണ്ടാണ് ഈ നെബുലൈസ് ചെയ്യുമ്പോൾ കുട്ടിയുടെ മാറുന്നത്. മൂന്നാമത്തെ കാര്യം, ഫാമിലിയിൽ ഏതെങ്കിലും, അതായത് പാരൻസിന് മാത്രമല്ല, ചിലപ്പോൾ അങ്കിൾസ്, ആൻറ്റീസ്, ഗ്രാൻഡ് പാരൻസ് ആർക്കെങ്കിലും ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുട്ടിക്ക് ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ കുട്ടികൾക്ക് എപ്പോഴും കാണും നമ്മൾ കോഫ് വേരിയൻ്റ് ആസ്മ എന്നാണ് പറയുക. അതായത് ചുമ മാത്രമായിട്ട് കുത്തിയുള്ള ചുമ, എപ്പോഴും ഒരു കുത്തി ഇങ്ങനെ ചുമയ്ക്കും, രാത്രി ഉറക്കത്തിൽ നോക്കുക ചുമയ്ക്കും. അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ തരത്തിൽ ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടി ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്ന കുട്ടി തന്നെ ആവാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഇനി എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? ഇതിന് പ്രത്യേകിച്ച് കാരണമുണ്ടോ? ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ ജെനറ്റിക് ബാക്ക്ഗ്രൗണ്ട് തന്നെയാണ്. അതായത് നമ്മുടെ ജനിതകപരമായത് ചില ജീനുകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരമ്പര്യമായിട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കുട്ടിക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഒരു കാര്യം. സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ അലർജൻസ്, ചുറ്റുമുള്ള അലർജൻസ്. ചിലപ്പോൾ ഈർപ്പമുള്ള അന്തരീക്ഷം, തണുപ്പുള്ള അന്തരീക്ഷം, അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനോടൊരു അലർജി വരാം. പൊടിപടലങ്ങൾ, നല്ല പൊടിക്കാറ്റൊക്കെ ഉള്ള സ്ഥലത്തിലൂടെ നിൽക്കുമ്പോൾ അത് കുട്ടിക്ക് അലർജി വരാം. അത് നമ്മൾ പുറത്ത് തന്നെ പോകണമെന്നൊന്നുമില്ല. വീട്ടിൽ തന്നെയുള്ള ഹൗസ് ഡസ്റ്റ്, വീട്ടിലുള്ള ഡസ്റ്റിൽ ഒരു ഡസ്റ്റ് മൈറ്റ് ഉണ്ട്, ഒരു ചെറിയ പ്രാണി, അതിന്നും നന്നായിട്ട് അലർജി വരാം. അതിന്നൊക്കെ കൂടുതലായിട്ട് കോക്രോച്ച് ഇല്ലേ, പാറ്റ, നമ്മുടെ വീട്ടിലുള്ള പാറ്റ ഉണ്ടെങ്കിലും കുട്ടികൾക്ക് കൂടുതലായിട്ട് അലർജി വരും. ഇതൊന്നും അല്ലാതെ പിന്നെ എന്താണ് റീസൺ പറയുന്നത്? വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഫയർവുഡ്, വിറകടുപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്മോക്ക് അലർജിയുള്ള കുട്ടികളുണ്ട്. പാരൻസോ ഗ്രാൻഡ് പാരൻസോ ആരെങ്കിലും സ്മോക്കേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ അതും കുട്ടികൾക്ക് ഒരു ട്രിഗറായിട്ട് വരാറുണ്ട്. അപ്പം ഇതാണ് മെയിനായിട്ട് കാരണങ്ങളായിട്ട് പറയുന്നത്. മൂന്നാമത്തതാണ് ഇൻഫെക്ഷൻ ഇൻഡ്യൂസ്ഡ്. ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻസ്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഞാൻ നേരത്തെ പറഞ്ഞ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ എന്തെങ്കിലും ഒരു ജലദോഷമോ അല്ലെങ്കിൽ തൊണ്ടവേദന അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷനും ട്രിഗർ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഈ ശ്വാസമുട്ടൽ അല്ലെങ്കിൽ ചുമയെ. ശ്വാസമുട്ടൽ എല്ലാ സമയത്തും വേണം എന്നില്ല കേട്ടോ. ചുമയെ നന്നായിട്ട് ട്രിഗർ ചെയ്യാറുണ്ട്. ഇതേ രീതിയിൽ ഉള്ള കുട്ടികളെ, അതായത് അലർജി ഉള്ള കുട്ടികളെ അല്ലെങ്കിൽ ആസ്മയ്ക്ക് പ്രോൺ ആയിട്ടുള്ള കുട്ടികൾക്ക് ഈ പറഞ്ഞ ഇൻഫെക്ഷൻസ് വന്നാലും ഇതേപോലത്തെ ബുദ്ധിമുട്ട് വരും. മനസ്സിലായല്ലോ? ഇനി നിങ്ങൾക്ക് അറിയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ഒരു അലർജി റെസ്പോൺസോ വരുമ്പോൾ കുട്ടികളുടെ നാളി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഏകദേശം ഇങ്ങനെയാണ് കുട്ടികളുടെ ശ്വാസനാളി എന്ന് പറഞ്ഞാൽ ഇതിലൂടെ ഇങ്ങനെ എയർ പോവും
വരും എന്നുള്ള കാര്യങ്ങൾ വരും. ഇങ്ങനെയുള്ള കുട്ടികൾക്ക്, ആസ്മ പോലത്തെ രോഗങ്ങളുള്ള കുട്ടികൾ, ഞാൻ ഈ ആസ്മ തന്നെയുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നണ്ട, കാരണം അത് എംഫസൈസ് ചെയ്യാൻ വേണ്ടിയാണ്. ആസ്മയ്ക്ക് പ്രോണായ കുട്ടികളാണെങ്കിൽ അവർക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും അലർജനോ അല്ലെങ്കിൽ ഇൻഫെക്ഷനോ വരുമ്പോൾ അവരുടെ ശ്വാസക്കുഴൽ ചുരുങ്ങുമ്പോൾ എന്താ, ഇത്രയും എയർ പോകേണ്ട സ്ഥലത്ത് ഇത്രയും ചുരുങ്ങിക്കഴിഞ്ഞാൽ എയറിന് റെസിസ്റ്റൻസ് ഉണ്ടാവും. അതായത് എയർ അത്രയും കുട്ടിക്ക് എത്താത്തത് കൊണ്ട് തന്നെ കുട്ടിക്ക് ബ്ലഡിലേക്കുള്ള ഓക്സിജന്റെ ലഭ്യത കുറയുകയും ബാക്കി ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടിക്ക് ഉണ്ടാവുകയും ശ്വാസം മുട്ടൽ, ചുമ എന്നുള്ള രീതിയിൽ വരികയും ചെയ്യും. മനസ്സിലായല്ലോ? ഫസ്റ്റ് ഇതാണ് വരുന്നത്. മാത്രമല്ല ശരീരം ഈ അലർജനോടുകൂടി അല്ലെങ്കിൽ ബാക്ടീരിയയോടുകൂടി റിയാക്ട് ചെയ്യും. കാരണം നമ്മുടെ ബോഡി അതിന് പുറന്തള്ളാൻ ശ്രമത്തിനിടയിൽ കുറേ നീര് വരും, കഫം വരും ഈ ശ്വാസക്കുഴലിന് ചുറ്റും. അപ്പം എന്ത് ചെയ്യും, പിന്നെ ഈ ശ്വാസക്കുഴലിന് വികസിക്കാൻ പറ്റാതെ അത് സ്റ്റിഫായിട്ട് തന്നെ നിൽക്കും. ആ നീരും കഫവും കൂടിയിട്ട് പിന്നെയും കണ്ടീഷൻ വഷളാക്കും. ഈ രീതിയിലാണ് സംഭവങ്ങൾ നടക്കുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ചെറിയ ചുമയൊക്കെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യും എന്നൊക്കെ വിചാരിച്ചോ, പക്ഷേ ഏത് രീതിയിലാണ് അത് അവരെ ബാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ആ ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുക, കുട്ടികളൊരു സെലിബ്രേഷൻ മൂഡിലാണ് അല്ലേ. അവർക്ക് ചെറിയ വഴക്കുകളൊക്കെ ഉണ്ടായാലും പിന്നത്തെ നിമിഷം അവരത് മറക്കുന്നു, അവർ പിന്നെയും ഹാപ്പിയാണ്, അവർ തലകുത്തി മറിയുന്നു, ചാടുന്നു, ഓടുന്നു അല്ലേ. അവർക്ക് ഗ്രഡ്ജോ അങ്ങനെ ഒന്നുമില്ല, കുട്ടികൾ എപ്പോഴും സന്തോഷത്തിലാണ്. അപ്പം ആ ഒരു ചൈൽഡ്ഹുഡിൻ്റെ ഭംഗി തന്നെ ഈ രോഗം കളയും. കാരണം എന്നും കുട്ടിക്ക് ചുമ എന്ന് പറയുമ്പോൾ നിങ്ങൾ പുറത്തേക്ക് കളിക്കാൻ വിടില്ല. ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇല്ലാത്ത കുട്ടീൻ്റെ ഫിസിക്കൽ ഗ്രോത്ത് എന്തോരം ബാധിക്കും. വൈറ്റമിൻ ഡി കുറയും, ഇമ്മ്യൂണിറ്റി കുറയും. ഔട്ട്ഡോർ ആക്ടിവിറ്റി ഇല്ലാത്തതുകൊണ്ട് എല്ലാ പ്രശ്നങ്ങളും വരും അല്ലേ. പിന്നെ കുട്ടീൻ്റെ മാനസികാരോഗ്യത്തെ അത് നന്നായിട്ട് ബാധിക്കും. എൻ്റെ ഫ്രണ്ട്സൊക്കെ കളിക്കുന്നുണ്ട്, എനിക്ക് മാത്രം കളിക്കാൻ പോകാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ വിഷമം കുട്ടിക്ക് കൂടുതലായിട്ട് വരും. മൂന്നാമത്തത്, വീട്ടിൽ കുട്ടി ഗാഡ്ജറ്റ്സിനോട് അഡിക്റ്റഡ് ആവും. അപ്പോൾ കുട്ടിയുടെ വേൾഡ് വേറെ തന്നെ രീതിയിലാവും. നമ്മൾ വിചാരിക്കും പുറത്ത് പോകുന്നില്ലല്ലോ, ഇവിടെ ഇരിക്കട്ടെ, പക്ഷെ അത് ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷം വരും കേട്ടോ. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ കുട്ടീനെ ബാധിക്കുന്നത്. സെക്കൻഡ്, ഇപ്പോൾ സ്കൂൾ ആബ്സെൻറ്റിസം വരും കുട്ടിയെ. ഇപ്പോൾ അസുഖങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് സ്കൂളിലേക്ക് വിടാൻ പറ്റില്ല. അപ്പോൾ സ്കൂളിലേക്ക് വിടാത്തപ്പോൾ അക്കാഡമിക് കെയർ നന്നായിട്ട് കുട്ടിക്ക് നഷ്ടപ്പെടും. മാത്രമല്ല, ഇപ്പോൾ സ്കൂളിൽ ഒരു സ്പോർട്സ് ഡേ കുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റുമോ, ഒരു ആനുവൽ ഡേ അല്ലെങ്കിൽ ഒരു ആർട്സ് ഡേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ വരുന്ന ചില കുട്ടികൾ, ഡോക്ടറെ മറ്റന്നാൾ ആർട്സ് ഡേ ആണ്, അപ്പോൾ അപ്പോഴേക്കും എങ്ങനെയെങ്കിലും ഇത് മാറ്റി തരണം എന്ന് പറയും. കാരണം അതുവരെ പ്രാക്ടീസ് ചെയ്ത് വന്നിരിക്കുന്ന കുട്ടിയാണ്. അപ്പോഴാണ് 2 ദിവസം മുന്നേ ഇത് വരുന്നത്. അതൊക്കെ കുട്ടിയെയും പാരൻസിനെയും ഒക്കെ വല്ലാത്ത രീതിയിൽ ബാധിക്കും. അതാണ് നമ്മൾ എക്സസൈസ് ഇൻഡ്യൂസ്ഡ് എന്ന് പറയുമ്പോൾ, ഒരു ഓടിച്ചാടി കളിക്കുമ്പോൾ കുട്ടിക്ക് ഇതൊക്കെ കൂടുതലായിട്ട് വരുന്നു എന്നുള്ളൊരവസ്ഥ. ബാക്കിയുള്ള ഇനി പറയാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, രാത്രിയുള്ള ഈ ചുമ വരുമ്പോഴേ ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടിയാൽ പിറ്റേ ദിവസം നമ്മുടെ ഡേ എന്ത് ഭംഗിയായിരിക്കും അല്ലേ. കുട്ടികൾക്കും അത് തന്നെ, നല്ല രീതിയിൽ ഉറക്കം കിട്ടിയാലേ കുട്ടികളുടെ പിറ്റേ ദിവസം നന്നാവുള്ളൂ. അപ്പോൾ ഈ ഉറക്കത്തിൽ ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ കുറച്ച് നേരം ചുമച്ച് ഛർദ്ദിച്ചു അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വന്നു, ചെറിയ രീതിയിലുള്ള ചുമ വന്നാൽ തന്നെ പിറ്റേ ദിവസത്തെ കുട്ടിയുടെ ആക്ടിവിറ്റീസിന് അതാക്കും, കുട്ടി ഡള്ളാവും. ഇങ്ങനത്തെ കുട്ടികൾക്ക് കൂടുതലായിട്ടും തലവേദനകളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പിന്നെ രാത്രിയിൽ ഉറക്കം ശരിയായാലേ കുട്ടികളുടെ മെമ്മറി ശരിക്കും വർക്ക് ആവുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മുട്ടലും ചുമയൊക്കെ വരുമ്പോൾ അവരുടെ ഓക്സിജൻ ലഭ്യത ബ്രെയിനിലേക്ക് കുറയുകയും അവരുടെ മെമ്മറിയും സ്കൂൾ പെർഫോമൻസും ഡള്ളാവും ചെയ്യും. പിന്നെ നിങ്ങളെല്ലാവരും ഓർക്കേണ്ടതാണ്, സ്ലീപ്പാണ് കുട്ടികൾക്ക് ഗ്രോത്ത് ഹോർമോണിനൊക്കെ ഉണ്ടാവുന്നത്. കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ള ഗ്രോത്ത് ഹോർമോണൊക്കെ ഉറങ്ങുമ്പോഴാണ് കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഹൈറ്റിനെയും വെയ്റ്റിനെയും അതൊക്കെ നെഗറ്റീവായിട്ട് ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഈ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ. മൊത്തം പറയുകയാണെങ്കിൽ ക്വാളിറ്റി ഓഫ് ലൈഫ് തന്നെ കുട്ടികളുടെ പോവും. അതോടുകൂടി പാരൻസിൻ്റെ സ്ട്രെസ്സും കൂടും അല്ലേ. അപ്പോൾ എന്ത് സ്മൂത്തായിട്ട്, അല്ലെങ്കിൽ എപ്പോഴും നമുക്കറിയാം എല്ലാം എപ്പോഴും സ്മൂത്ത് ആയിരിക്കില്ല, എന്നിരുന്നാലും ഒരു 80 to 90% കുറച്ചൊക്കെ സ്മൂത്തായിട്ട് ലൈഫ് പോകണ്ടേ. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ തടസ്സങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ആകെ ഡിപ്രഷൻ സ്റ്റേജിലാവും അല്ലേ. അപ്പോഴാണ് നമുക്ക് ഇതിനുള്ള റെമഡീസ് എന്താണ്, അല്ലെങ്കിൽ ശരിക്കും എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ ഇത്തരം ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ കാണുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോകണം. നിങ്ങൾ പോകുന്നതിന് മുന്നേ ഞാൻ പറയുന്ന ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യണം. ഒരു ചെറിയ 100 പേജിൻ്റെ നോട്ട്ബുക്ക് എടുക്കുക, ഡേറ്റ് എടുക്കുക. ഇപ്പോൾ 4th of February അല്ലെങ്കിൽ 5th of February എന്താണെന്ന് ഡേറ്റ് ഇടുക. കുട്ടിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടായി, ചുമയാണെങ്കിൽ ടിക്ക് ഇടുക, ശ്വാസം മുട്ടലാണെങ്കിൽ മൂക്കൊലിപ്പാണോ, മൂക്കൊലിപ്പ് ഇങ്ങനെ
ടിക്കിടുക. എന്നിട്ട് നിങ്ങൾ എന്തെങ്കിലും മരുന്ന് കൊടുത്തോ ഇല്ലയോ എന്നുള്ള രീതിയിൽ അതിൻ്റെ കൂടെ തന്നെ കുട്ടിയുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിരുന്നോ ഇല്ലയോ എന്നുള്ള കാര്യം, അങ്ങനെ സംഭവിച്ച മേജർ ഇവൻറ്റ്സ് നിങ്ങളൊന്ന് ഡേറ്റ് വെച്ചിട്ട് എഴുതുക. അപ്പോൾ കുട്ടിക്ക് എത്രത്തോളം അഫക്റ്റഡ് ആവുന്നുണ്ട്, കുട്ടിയുടെ ഡേ ടു ഡേ ലൈഫ് എത്രത്തോളം അഫക്റ്റഡ് ആവുന്നുണ്ട് എന്നുള്ളത് ഇങ്ങനെ എഴുതിയാൽ മനസ്സിലാവും. ഇതിന് ഞങ്ങൾ ആസ്മ ഡയറി എന്നാണ് പറയുക, അല്ലെങ്കിൽ നിങ്ങൾ കുട്ടികളുടെ രോഗലക്ഷണത്തിൻ്റെ ഡയറി എന്ന് തന്നെ വിളിച്ചോളൂ. അപ്പോൾ തന്നെ നമുക്കറിയാം എത്രത്തോളം കുട്ടിയെ അഫക്റ്റഡ് ആയിട്ടുണ്ട്, അപ്പോൾ ഏത് രീതിയിൽ മുന്നോട്ട് പോകണം. ഈ ഒരു ഡയറി വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറെ അടുത്ത് പോവുക, എന്നിട്ട് കുട്ടിയുടെ സിംറ്റംസ് ഒക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പം നമുക്ക് ആ നിങ്ങളുടെ അടുത്ത് നിന്ന് കിട്ടുന്ന വിവരങ്ങളും ഈ ഡയറിയും നോക്കുക, കൂടെ കുട്ടീനെയും പരിശോധിക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും കുട്ടിയുടെ കണ്ടീഷൻ എന്താണ്, കുട്ടിക്ക് ഏത് തരത്തിലുള്ള മരുന്നാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമുക്ക് വേറെ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു മക്കളാകുമ്പോൾ ചിലപ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ല പറ്റുന്ന കുട്ടികൾക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. പീക്ക് ഫ്ലോ മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അതും നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോൾ കുട്ടിക്ക് എത്രത്തോളം ഗ്രേഡ് ഉണ്ട് അല്ലെങ്കിൽ എത്രത്തോളം തീവ്രതയുണ്ട് കുട്ടിയുടെ രോഗത്തിന് എന്നുള്ളത് മനസ്സിലാവും. എന്നിട്ടാണ് നമ്മൾ കുട്ടികളെ കാറ്റഗറൈസ് ചെയ്യും, കുട്ടി ഈ ഒരു ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലാണ്. ഓരോ ഗ്രൂപ്പിനുള്ള ചികിത്സ വ്യത്യസ്തം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ട്രീറ്റ്മെൻറ്റും അതിൻ്റെ ബാക്കി സൈഡ് എഫക്ട്സ് ഉണ്ടെങ്കിലും എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പോൾ ഇതിൽ ഇന്ന് പറഞ്ഞതിൻ്റെ നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ വരട്ടെ, മറ്റേത് നമുക്ക് നെക്സ്റ്റ് ഒരു സെഷനായിട്ട് ചെയ്യാം. ഇനി കാണുന്നത് വരെ ബൈ ആൻഡ് ടേക്ക് കെയർ.